ഞാനൊരു സീ ഫുഡ് ലവറാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സീ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഖത്തറിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. ഔട്ട് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ പോലെ തോന്നിക്കുമെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എൻ്റെ മക്കളെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ആംബിയൻസിലേക്കാണ് കണ്ടുപോയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവർ ഈ ഫ്ലോറൊക്കെ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സീനിൻ്റെ ലുക്കൊക്കെ വന്നിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ആംബിയൻസിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസ്റ്റോറന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ കുറെ നേരത്തെ കൺഫ്യൂഷന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സീ ഫുഡ് സൂപ്പും അതേപോലെ തന്നെ ഗ്രില്ലഡ് ഹമോറും ആണ് കേട്ടോ. ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന സൂപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സൂപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്രാബിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങി വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രില്ലഡ് ഹമോറാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമലായിട്ട് ഗ്രില്ല് ചെയ്ത പോലെയല്ല, 4 ടൈപ്പ് ഓഫ് മസാലയാണ് ഇതിൽ ഗ്രില്ല് ചെയ്തിട്ട് വരുന്നത്. ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി ടേസ്റ്റ് ആണ്. 4 ടൈപ്പ് മസാലയും വേറെ വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ ടൈപ്പ് മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റൊട്ടി ചൂസ് ചെയ്യാം, അതേപോലെ തന്നെ റൈസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റൊട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഹസ് റൈസാണ് കേട്ടോ. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് റൈസ് ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴും എൻ്റെ കണ്ണു പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ആംബിയൻസിലേക്ക് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ വന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പിൻട്രസ്റ്റി ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, ഡെക്കോറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു സംഭവം ഒക്കെ. പിന്നെ നമുക്കിവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കാനേ ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയ്ക്കേ ഉള്ളൂ.